ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റഡി ബൈ അമ്മു. സോ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ദ കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നയൻ ഓഫ് കപ്സ് ആസ് എ റിവേഴ്സ്, സെവൻ ഓഫ് സോഡ്. ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് ഏസ് ഓഫ് പെൻഡക്കിളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെച്ച് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിംഗ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ വ്യക്തി പലതും മറച്ച് വെക്കുന്നതായിട്ടൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. വ്യക്തിയുടെ എനർജിയും അത് തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നിങ്ങളത് കണ്ടില്ല എന്നുള്ള രീതിയിൽ നടിക്കുന്നതായിട്ടൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ പലരെയും സംബന്ധിച്ച് ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറി വരണം എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെയും കൂടി ആവശ്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ദ നയൻ ഓഫ് കപ്പ്, ദ ലവ് ഓഫ് കപ്പുമായിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ വന്നപ്പോഴും നിങ്ങൾ പലപ്പോഴും അത് കണ്ടില്ല എന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നടിക്കുന്നതായിട്ട് വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു മനഃപൂർവ്വം സിറ്റുവേഷനിൽ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കോ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായതിനെ കൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അത് നഷ്ടപ്പെടുത്തി കളയേണ്ട ഒരു സാധനമല്ല, ഒരു വ്യക്തിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു തിരിച്ചറിവ് വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി ഏത് വിധേനയും എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്, പക്ഷേ കാത്തിരിക്കേണ്ടതായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം നിങ്ങൾ വേണ്ട സമയത്ത് പരിഗണിച്ചില്ല, അപ്പോൾ അതിൻ്റെ പിറകെ അല്ലെങ്കിൽ അത് ഒരു ഈഗോയിസ്റ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ വേറെ ഹാപ്പിനെസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തൊക്കെ വ്യക്തി ഒരു ഓവർ തിങ്കിങ് നേച്ചറൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടി ഇത് കൂടുതൽ പറയുന്നതിന് മുന്നേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ മജീഷ്യൻ കാർഡ്. പക്ഷേ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ മാറി വരണം എന്നുള്ള രീതിയിൽ. ദി എംപ്രസ് കാർഡ്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് പരിഗണിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണെന്നും ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇവിടെ ഫീമെയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മെയിലായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണുന്നെങ്കിൽ നിങ്ങൾ വളരെയധികം സ്റ്റെബോൺനെസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി വീണ്ടും കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം എന്നുള്ള രീതിയിൽ വളരെ അതീതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉള്ള എനർജി പ്രകാരം നമുക്കിവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഫേർട്ട് എടുക്കാൻ വ്യക്തി തയ്യാറാണ്. കാരണം സിറ്റുവേഷനിൽ പാസ്റ്റിൽ എത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ട് പോകണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഹേർട്ടാക്കുന്നത് വ്യക്തിയെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ്. അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള എനർജിയിലൊക്കെ പോയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ പോകെ ഈ ഒരു വ്യക്തി പോലും അറിയാതെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയം വ്യക്തിയുടെ മൈൻഡിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഏതൊരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വരുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയി എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെ സത്യം എന്ന് അംഗീകരിക്കാൻ തയ്യാറല്ല ഇപ്പോഴും എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പേരുടെ എനർജി പ്രകാരം കാണിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇതിനൊരു തുടക്കം വേണമെങ്കിൽ പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ തന്നെ ഒന്നിനെ തുടങ്ങാൻ ആ ഒരു വ്യക്തി തയ്യാറാണ്. അതായത് പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു പുതിയൊരു നിങ്ങളും അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയായിട്ട് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറാം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ചേഞ്ചാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് പലരെ സംബന്ധിച്ച് കാണിക്കുന്നത്. അതായത് മെമ്മറീസ്, ചെയ്തു പോയ തെറ്റ്, അതിൻ്റെ പേരിൽ റിഗ്രറ്റ്, ഇതൊക്കെ രീതിയിലുള്ള പലരെയും സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. എല്ലാ എനർജിയും ഒരേപോലെ റിഗ്രറ്റ് അടിക്കുന്നു എന്നുള്ള രീതിയിലല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് പേരുടെ എനർജി പ്രകാരം എന്ന് പറയുന്നത് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം ട്രൂ ആണ്, ജെന്യൂൻ ആണ് എന്നുള്ള രീതിയിൽ അറിയുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ആ ഒരു വ്യക്തിയായിട്ട് അംഗീകരിച്ചു കൊടുത്താൽ ആ ഒരു
വ്യക്തിയോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയായി പോകുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. അതായത് വ്യക്തിക്ക് ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്തു പോയി എന്നുള്ള രീതിയിൽ ആ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. സാഹചര്യം കൊണ്ട് ഞാൻ മറന്നു പോയതാണ്, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ് എന്ന് വരുത്തി തീർത്ത ഒരു റിലേഷൻഷിപ്പ് ആകാം പലരെയും സംബന്ധിച്ച്. അതായത് പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഈ ഒരു രീതിയിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള മൊമെൻറ്റ് ആ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കി പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങളോട് ഡിസ്റ്റൻസ് എടുത്ത് മാറി നിൽക്കുന്നു, അത്രത്തോളം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു എഫേർട്ട് എടുത്ത് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്ക വരാൻ തയ്യാറാവുന്നത് തന്നെ. ഒരു ചേഞ്ച്, ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം സിറ്റുവേഷനിൽ വളരെയധികം ഏതൊരു സിറ്റുവേഷൻ, ഏതൊരു ഡെക്ക് എടുത്ത് നോക്കിയാലും നമുക്ക് കാണുന്നത് ദ 10 ഓഫ് വോൺസ്, അതുപോലെ തന്നെ ദ 10 ഓഫ് വോൺസ്, 10 ഓഫ് വോൺസ് ആണ്. കാരണം വെച്ചാൽ അത്രയും ബേർഡൻ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് വ്യക്തിയുടെ തോട്ട്, നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതും കൂടി നമുക്ക് നോക്കാം. കറണ്ട് സിറ്റുവേഷനിൽ ഷഫ്ലിംഗ് ആണല്ലോ, നോ മാറ്റർ, യു ക്യാൻ ഡു. We have 9 of Pentacles, the 6 of Wands, okay, the Queen of Pentacles, okay, the Ace of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ദ 2 of Swords ആണ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വ്യക്തി വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് മാറ്റാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മൈൻഡ് മാറ്റാനും ഇവിടെ ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദി 9 ഓഫ് പെൻഡക്കിൾ, ദി ക്യൂൻ ഓഫ് പെൻഡക്കിൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിലിനിയിപ്പം ഈ ഒരു പേഴ്സണെ മറന്നു പോകുമോ എന്നുള്ള പേടിയൊക്കെ വ്യക്തിയുടെ ഉള്ളിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി വളരെയധികം പണ്ടത്തെ പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അത് വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം അട്രാക്റ്റ് ചെയ്യുന്നു, ഇതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് പോൾ അട്രാക്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനമാണ്. അതായത് നിങ്ങൾ എത്രത്തോളം ഈ ഒരു വ്യക്തിയുമായിട്ട് അടുക്കുന്നു അപ്പോഴൊക്കെ അകലാനുള്ള ചാൻസും, അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയും വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, നിങ്ങൾക്കും മിസ് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അതൊന്നും നിങ്ങൾ മാറ്റി വെച്ച് ഇതുപോലെ മാത്രം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം. അതുപോലെ തന്നെ വളരെയധികം നിങ്ങൾ ആ ഒരു വ്യക്തിയില്ലാതെ പറ്റില്ല എന്നുള്ള എനർജിയിലൊക്കെ നിന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊന്നൊക്കെ മാറി വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ നിങ്ങളുടെ സെൽഫ് ഹീലിങ്ങും അതുപോലെ തന്നെ കെയറും സെൽഫ് കെയറും അതുപോലെ തന്നെ മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നുണ്ടാകാം. അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാകാം. അപ്പോഴാണ് വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നോക്കി മുന്നോട്ട് പോകുന്ന സമയത്താണ് വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിലും ഇവിടെ വ്യക്തി വിചാരിക്കുകയാണ്, വ്യക്തിയുടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അടുക്ക വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. പലർക്കും പല റീസൺസും കൊണ്ടായിരിക്കാം, കാരണങ്ങൾ അതിന് ഒരു തടസ്സമായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിച്ച രീതിയിലുള്ള ഒരു എനർജിയും ആവാൻ ചാൻസ് ഇവിടെ കൂടുതലുണ്ട്. വ്യക്തിയുടെ എനർജിയെ തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള ഒരു പറഞ്ഞ് മാറ്റിപ്പിച്ച രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പം നിങ്ങളുടെ രണ്ടുപേരും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ മൂന്നാമത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ പേരിലോ നിങ്ങളെ മാറ്റി നിർത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ആ ഒരു രീതിയിൽ വ്യക്തി വളരെയധികം, അല്ലെങ്കിൽ അങ്ങനെ അന്ന് ചെയ്തതിൽ വളരെയധികം കുറ്റബോധത്തോടെ അല്ലെങ്കിൽ അത്രയും വിഷമിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയിലാണ് വ്യക്തി കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സിറ്റുവേഷനിൽ ഒരുപാട് തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ എന്നുള്ള തിരിച്ചറിവ് വ്യക്തിയുടെ മൈൻഡിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പലരെയും സംബന്ധിച്ച് ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കാം പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും റെസ്പോൺസോ അല്ലെങ്കിൽ ഒരു ചേഞ്ചോ ഒരു മാറ്റമോ ഒന്നും ഇല്ലാത്തത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകണം എന്നൊന്നുമില്ല. കുറച്ച് പേർക്ക് ഒരു സിറ്റുവേഷൻ എൻഡപ്പായിട്ടുണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ അതിലൊരു കംപ്ലീറ്റ് ചേഞ്ച് ആ ഒരു വ്യക്തിക്ക് തയ്യാറാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വീണ്ടും തുടങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നമുക്കിനി നിങ്ങളുടെ എനർജി നോക്കാം. ഓക്കെ,
വി ഹാവ് ടു ഓഫ് സോഴ്സ്. ഇവിടെ തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾക്കും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിക്കാണില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരിക്കലും ഈ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴും ഒരു മൊമെൻറ്റിൽ നിങ്ങൾ സ്റ്റക്കഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പലപ്പോഴും വ്യക്തിക്ക് വേണ്ടിയിട്ട് 100% ജെന്യൂനായിട്ട് നിങ്ങൾ നിന്നപ്പോഴും അവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ പരിഗണിക്കാതെ പോയി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വ്യക്തി വന്നാലും എന്തിൻ്റെ ബേസിൽ വിശ്വസിക്കും എന്നുള്ള രീതിയിൽ ഒരു സംശയാസ്പദമായി നിൽക്കുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ എനർജി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും വ്യക്തി ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്ടെന്നൊരു അപ്രത്യക്ഷമാവുന്ന രീതിയിലുള്ള എനർജി ആയിരിക്കാം പലരെ സംബന്ധിച്ചുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി ഒരു ഡൗട്ട്, അല്ലെങ്കിൽ വേണ്ട എനിക്ക് ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഒരു സമയം നീ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ഹാപ്പിനെസ് ആഗ്രഹിച്ചു, അതുകൊണ്ട് തന്നെ പല തെറ്റുകളും കണ്ടില്ലെന്ന് നടിക്കേണ്ട അവസ്ഥ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടാവും, റിലേഷൻഷിപ്പിൽ ഉണ്ടായി കാണും. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും വീണ്ടും ഈ ഒരു വ്യക്തിക്ക് അവസരം കൊടുത്ത് ഹേർട്ട് ചെയ്യണോ എന്നുള്ള രീതിയിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ഒറ്റക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും സമാധാനമാണ് വലുത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം. ഈ ഒരു സിറ്റുവേഷനിൽ ഓവറായിട്ട് സ്ട്രെസ് ചെയ്ത് നിന്നിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് മാത്രമേ നഷ്ടമാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുൻതൂക്കം കൊടുത്ത് പോകുന്നതായിരിക്കാം. എന്നിരുന്നാൽ പോലും ചില മൊമെൻറ്റിൽ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മുഖമോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെയോ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള സിറ്റുവേഷൻ, അതായത് പെട്ടെന്ന് ഒരു മൂഡ് ചേഞ്ച് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അത് നിങ്ങൾക്കും അത് ഉണ്ടാവുന്നുണ്ടാകും. കാരണം എനർജി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. കാർമിക്കായിട്ട് എൻഡപ്പായി പോയാൽ പോലും ചിലപ്പോൾ നിങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കുമ്പോൾ ഒരു ജസ്റ്റിസ് അർഹിക്കുന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ എത്രത്തോളം ഈ ഒരു സിറ്റുവേഷനിലെ കുറിച്ച് ഓർത്ത് തന്നെ നിന്നാലും ആ ഒരു വ്യക്തിക്കൊരു കാര്യമായിട്ടുള്ളൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കാം പലരും ആ ഒരു മൂവ് ഓൺ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുക എന്നുള്ള ഓപ്ഷനിലേക്ക് പോയത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ 10 ഓഫ് വൺസ്, ദ 10 ഓഫ് സോഡ്സ് എന്നുള്ളൊരു കാർഡാണ്. അതായത് എത്ര തന്നെ സിറ്റുവേഷനിൽ മാറ്റം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് ഹേർട്ടാവുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അവിടെ ഒരു അതിർത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പലരും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ വന്നാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും പക്ഷേ ആ ഒരു രീതിയിൽ ചേഞ്ച് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ വളരെയധികം മൂഡ് ഓഫ് ആണ്, വിഷമത്തിലാണ് എന്നുള്ള രീതിയിലേക്കാണ് എനർജി പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ദ ഹെർമിറ്റ് കാർഡ് ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നതെന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം നിങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ, ആ ഒരു വ്യക്തി ഒന്ന് മാറി വരട്ടെ അല്ലെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് വരട്ടെ, നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ സ്നേഹം എന്താണെന്നും അത് തിരിച്ചറിഞ്ഞ് വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളും വിചാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് വൺസ് 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ്, വേണ്ടാത്തതൊക്കെ ചിലപ്പോൾ നിങ്ങളും വളരെ കാട് കയറി ഓവർ തിങ്ക് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കാം. ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം അങ്ങോട്ട് കാട് കയറി ചിന്തിക്കുന്ന ഒരു കൂട്ടെന്നൊക്കെ പറയാറുണ്ട് നമ്മളിങ്ങോട്ട്. അതെന്ന് വെച്ചാൽ അതൊരിക്കലും മോശമായിട്ടുള്ള കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോൾ ഒരു ലിമിറ്റ് വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നല്ലതായിരിക്കും ഫ്യൂച്ചറിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോലും പരിഗണിക്കാത്ത ഒരു വ്യക്തി വേറൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ എനർജി ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് നിക്ഷേപിക്കുന്നത്? അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അതിനുള്ള പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം എനിക്കിവിടെ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻ ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല, ഇതൊക്കെ എനിക്ക് നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത്. ഇനി നമുക്ക് നിനക്കുള്ള അഡ്വൈസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ പലരെയും സംബന്ധിച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്പിരിച്വൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പാത്താണ്. കാരണം എന്ന് വെച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോ പറയേണ്ടടുക്കുക നിങ്ങൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ്. അതായത് അവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്ത് ഹേർട്ടാവുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയം ലാസ്റ്റ് നിങ്ങളുടെ ഫീലിങ്സ് ഹേർട്ടാക്കി തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് എഫേർട്ട് എടുത്താലോ എന്നുള്ള രീതിയിൽ മെസ്സേജൊക്കെ അയക്കാൻ നിൽക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ഒക്കെ പോകുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അതൊക്കെ ബ്രേക്കൊക്കെ ചെയ്താലോ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. നമുക്ക് സ്വാഭാവികം തോന്നും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് എടുത്താലോ, അങ്ങനെയെങ്കിൽ നമ്മൾ ഓർമ്മയുണ്ടോ നോക്കാലോ എന്നുള്ള രീതിയിലൊക്കെ നെവർ ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും നിങ്ങൾ കൂടുതലും സെൽഫ് കെയർ, സെൽഫ് ഹീലിംഗ് അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്കുള്ള ലവ് ഒറാക്കിൾ മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ കോ ഡിപ്പെൻഡൻസി സിറ്റുവേഷനിൽ വളരെയധികം എഡിക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള രീതിയിലൊരു എഡിക്ഷൻ ഉണ്ടാവുന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പലരെ സംബന്ധിച്ച് ഇതൊരു വെഡ്ഡിങ്ങിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വീണ്ടും സിറ്റുവേഷൻ ഉണ്ടാക്കി തരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും ബെഗ് ചെയ്ത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതായത് സോൾവ് ചെയ്ത് ആ ഒരു വ്യക്തിയായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ്സ് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ കുറച്ച് പേരെ സംബന്ധിച്ച് ഇതൊരു എൻഡപ്പായി പോയി എന്നുള്ള രീതിയിൽ തോന്നുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പിന്നാലെ ബെഗ് ചെയ്ത് പോകരുത് എന്നുള്ള രീതിയിൽ ഒരു നോ കാർഡ് തന്നെയാണ് കുറച്ച് പേരെ സംബന്ധിച്ച് ഇവിടെ കാണിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് വെച്ചാൽ മായാലോകത്തായിട്ടുള്ള ഒരു രീതിയിലൊക്കെ ആവാം ഈ ഒരു സിറ്റുവേഷനിലുള്ളത്. കാരണം പല ഒരു തെറ്റിദ്ധാരണകളൊക്കെ വ്യക്തിയുടെ മൈൻഡിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഒരു എൻഡപ്പായിപ്പോൾ ഇതിലൊരു ഹോപ്പില്ല എന്നുള്ള വിചാരിക്കുന്നവർക്കാണ് ഒരു നോ കാർഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെഡ്ഡിങ് കാർഡും കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു മാരേജ് കഴിഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് മാരേജൊക്കെ കഴിഞ്ഞ ഒരു പേഴ്സണാണ് നിങ്ങളെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റീയൂണിയനെ കുറിച്ച് ഒരു ഓർക്കാതെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. വീണ്ടും ഒരു യൂണിറ്റി കാണിക്കുന്ന ഒരു കാർഡൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് നമുക്ക് കിട്ടിയത് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ എന്നുള്ളതാണ്. ഈ ഒരു സെപ്പറേഷൻ പീരീഡിലാണെങ്കിലും ഒരു നോ കോണ്ടാക്ട് പീരീഡിലാണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ മിസ് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് അത്രയും സ്നേഹമുള്ളിടക്ക് മാത്രമേ ചിലപ്പം നിങ്ങൾ ജെന്യൂനാണ്, ആ ഒരു വ്യക്തിയല്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളോട് ഈ ഒരു ടൈം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽസ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡിപ്പെൻസ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇവിടെ കുറച്ച് പേര് ഒരു നോ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ വരുന്നുണ്ടാകും. അതുപോലെ തന്നെ വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ള രീതിയിൽ തിരിച്ചറിയുമ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി വരട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. എനിക്ക് റീഡിങ് ഇഷ്ടമായി വിശ്വസിക്കാൻ, ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.